അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കനത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് തുളസി ഗബാർഡ് അപ്രതീക്ഷിതമായി രാജിവെച്ച വാർത്തയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തുവരുമ്പോൾ അത് ലോകത്തെ ഒരേ സമയം ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. തന്റെ ഔദ്യോഗിക പദവികളിൽ നിർണായകമായ ഒന്ന് കൈകാര്യം ചെയ്തിരുന്ന തുളസിയുടെ പെട്ടെന്നുള്ള പടിയിറക്കത്തിന് പിന്നിൽ അതീവ വ്യക്തിപരവും ഹൃദയഭേദകവുമായ ഒരു കാരണമാണുള്ളത്. വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളിലൂടെ വാർത്തകളിൽ നിറഞ്ഞ അവർ തന്റെ കുടുംബത്തിന് വേണ്ടി അധികാര കസേര ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അവരുടെ ഭർത്താവും പ്രശസ്ത ഛായാഗ്രാഹകനുമായ എബ്രഹാം വില്യംസന് അതീവ ഗുരുതരവും അപൂർവവുമായ ഒരുതരം അസ്ഥി ക്യാൻസർ ബാധിച്ചതാണ് ഈ അപ്രതീക്ഷിത തീരുമാനത്തിലേക്ക് തുളസിയെ നയിച്ചത്. രോഗബാധിതനായ ഭർത്താവിന് കഠിനമായ ചികിത്സാ കാലഘട്ടത്തിൽ പൂർണ്ണ പിന്തുണയും പരിചരണവും നൽകാൻ വേണ്ടിയാണ് അവർ പൊതുരംഗത്ത് നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കാൻ തീരുമാനിച്ചത്. ഹവായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫറാണ് തുളസി ഗബാർഡിന്റെ ഭർത്താവായ എബ്രഹാം വില്യംസ്. തുളസി ഗബാർഡ് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ തിളങ്ങി നിന്നപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോഴും എബ്രഹാം വില്യംസ് എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അവരുടെ പ്രശസ്തിയുടെയോ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ തണലിൽ നിൽക്കാതെ സ്വന്തം പ്രൊഫഷണൽ കരിയറുമായി രാഷ്ട്രീയ വെളിച്ചത്തിൽ നിന്ന് മാറി തികച്ചും ലളിതമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. വർഷങ്ങളായി തുളസി ഗബാർഡിന്റെ എല്ലാ രാഷ്ട്രീയ പോരാട്ടങ്ങളിലും പ്രതിസന്ധികളിലും നിശബ്ദമായി കരുത്തായി ഒപ്പമുണ്ടായിരുന്ന പങ്കാളിയാണ് എബ്രഹാം. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കരിയറിലെ വലിയ വെല്ലുവിളികളും നിറഞ്ഞ സമയങ്ങളിലൊക്കെ തുളസിക്ക് മാനസികമായി വലിയ പിന്തുണയാണ് അദ്ദേഹം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ജീവിത പങ്കാളി ഏറ്റവും കഠിനമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഔദ്യോഗിക ചുമതലകളെക്കാൾ മുൻഗണന കുടുംബത്തിന് നൽകണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് തുളസി എത്തുകയാണ് ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും നിർണായകവും അതീവ രഹസ്യ സ്വഭാവമുള്ളതുമായ ഒരു പദവിയാണ് തുളസി ഗബാർഡ് കൈകാര്യം ചെയ്തിരുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ഏകോപിപ്പിക്കുന്ന നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുള്ള അവരുടെ പടിയിറക്കം വൈറ്റ് ഹൌസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. ട്രംപ് ക്യാമ്പിലെ ഏറ്റവും വിശ്വസ്തയും ശക്തിയുമായ ഒരു വനിതാ നേതാവിന്റെ ഈ വിടവാങ്ങൽ ഭരണകൂടത്തിനുള്ളിൽ വലിയ വൈകാരികമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തുളസി ഗബാർഡിന്റെ രാജ്യപ്രഖ്യാപനം പുറത്തു വന്നതിന് പിന്നാലെ വാഷിംഗ്ടണിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ നേതാക്കളും തുളസിയുടെ തീരുമാനത്തെ ബഹുമാനിക്കുകയും എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ വീണ്ടെടുക്കലിനായി പ്രാർത്ഥനകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. കരിയറിനേക്കാൾ കുടുംബത്തിന് പ്രാധാന്യം നൽകിയ അവരുടെ നിലപാടിനെ പല പ്രമുഖ നേതാക്കളും പ്രശംസിച്ചു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലപ്പത്ത് തുളസി ഗബാർഡ് ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. പല തന്ത്രപ്രധാനമായ ആഗോള വിഷയങ്ങളിലും സ്വന്തമായ കാഴ്ചപ്പാടുകളും ധീരമായ നിലപാടുകളും സ്വീകരിക്കാൻ അവർ മടിച്ചിരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സങ്കീർണതകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തുളസിയുടെ നേതൃത്വം അമേരിക്കയ്ക്ക് വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ അപ്രതീക്ഷിത വിടവാങ്ങൽ സുരക്ഷാ വിഭാഗങ്ങളിൽ താൽക്കാലികമായ ഒരു വിടവുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്യാൻസർ ബാധിതനായ ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ഹവായിലേക്ക് മടങ്ങാനാണ് തുളസി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. തുടർച്ചയായ കീമോതെറാപ്പിയും മറ്റു കടുത്ത ചികിത്സാ രീതികളും ആവശ്യമായി വരുന്ന ഈ ഘട്ടത്തിൽ എബ്രഹാമിനൊപ്പം മുഴുവൻ സമയം ഉണ്ടായിരിക്കുക എന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ കടമയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും കുടുംബ ബന്ധങ്ങൾക്ക് നൽകേണ്ട വില എന്താണെന്ന് അവർ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ഈ വാർത്ത പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് വരെ തുളസി ഗബാർഡിന്റെ രാജിയെക്കുറിച്ച് പലതരത്തിലുള്ള രാഷ്ട്രീയ ഊഹാപോഹങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ട്രംപ് ഭരണകൂടത്തിലെ ആഭ്യന്തര ഭിന്നതകളാണ് രാജിക്ക് കാരണമെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നയതന്ത്ര വൃത്തങ്ങളിൽ സജീവമായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തുളസി ഗബാർഡിന്റെ തീരുമാനത്തോട് അതീവ വൈകാരികമായാണ് പ്രതികരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാജ്യത്തിന് അവർ നൽകിയ സേവനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയ ട്രംപ് ഈ കഠിനമായ സാഹചര്യത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കാനുള്ള അവരുടെ തീരുമാനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി അറിയിച്ചു. ഒരു സാധാരണ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്ന എബ്രഹാം വില്യംസിന്റെ രോഗവിവരം പുറത്തറിഞ്ഞത് അവരുടെ സുഹൃത്തുക്കളെയും ഹവായിലെ പ്രാദേശിക ജനവിഭാഗങ്ങളെയും വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ നിർമ്മാണ രംഗത്തും ഡോക്യുമെന്ററി മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് എബ്രഹാം. അദ്ദേഹത്തിന്റെ രോഗം എത്രയും വേഗം ഭേദമാകട്ടെ എന്ന ആശംസകളുമായി ചലച്ചിത്ര മേഖലയിലെ സുഹൃത്തുക്കളും രംഗത്തെത്തുന്നുണ്ട്.
അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തുളസി ഗബ്ബാർഡിന്റെ കരിയർ എപ്പോഴും തികച്ചും വ്യത്യസ്തമായ പാതയിലൂടെയായിരുന്നു. മുൻപ് ഡെമോക്രാറ്റിക് പാർട്ടിയിലായിരുന്നപ്പോഴും പിന്നീട് റിപ്പബ്ലിക്കൻ ക്യാമ്പിലേക്ക് മാറിയപ്പോഴും സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അവർ ശ്രദ്ധിച്ചു. ഒരു യുദ്ധവിരുദ്ധ പോരാളിയായും സൈനിക സേവനം അനുഷ്ഠിച്ച വ്യക്തിയായും അവർ നേടിയെടുത്ത ജനപ്രീതി വളരെ വലുതാണ്. തുളസി ഗബ്ബാർഡ് പദവി ഒഴിഞ്ഞതോടെ അടുത്ത നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ആരായിരിക്കുമെന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വൈറ്റ് ഹൌസിൽ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ യാതൊരുവിധ അലംഭാവവും ഉണ്ടാകാത്ത രീതിയിൽ പുതിയൊരാളെ കണ്ടെത്തുക എന്നത് ട്രംപിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. തുളസി ഗബ്ബാർഡിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഈ പടിയിറക്കം തികച്ചും സങ്കടകരവും എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ വലിയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ അമേരിക്കൻ ഇന്റലിജൻസ് മേധാവിയുടെ കസേരയേക്കാൾ തനിക്ക് വലുത് തന്റെ പങ്കാളിയുടെ ജീവനും ആരോഗ്യവുമാണെന്ന് അവർ തെളിയിച്ചു. വരും ദിവസങ്ങളിൽ എബ്രഹാം വില്യംസിന്റെ ചികിത്സാ പുരോഗതിക്കും അവരുടെ കുടുംബത്തിന്റെ സമാധാനത്തിനുമായി കാതോർക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം.